അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ആൻസർ അറിയാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ലെറ്റ് us start. ഓക്കെ, അപ്പോ ആദ്യത്തെ പോർഷൻ അല്ലേ, EVS ഫസ്റ്റ് പോർഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ബോഡി പാർട്സിനെ കുറിച്ചാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഏതൊക്കെയാണ് ബോഡി പാർട്സ് എന്തൊക്കെയാണ് ഒക്കെ അറിയില്ലേ? ഏതാണ് ഹെഡ്, വിച്ച് ഓഫ് ഇയർ, മൗത്ത്, ഷോൾഡർ, ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ മലയാളത്തില് ഇതാണ് തല, ഇതാണ് കൈ എന്നൊന്നും പറഞ്ഞാ പോരാ, എന്താണ് അതിന്റെ ഇംഗ്ലീഷ് നെയിം എന്നും കൂടി പഠിച്ചു വെക്കണം അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക അല്ലേ? അപ്പൊ നമുക്കത് അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് നെയിംസ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ പിക്ചർ അല്ലേ? ഒരു ഗേളിന്റെ പിക്ചർ ഉണ്ട് അവിടെ. നോക്കുക എല്ലാവരും, ആദ്യത്തെ പോർഷൻ എടുക്കുക, ടെക്സ്റ്റ് തുറന്നു വെക്കുക. ഫസ്റ്റ് പോർഷൻ our body parts ആണ്. It is our first portion, our body parts. Okay, let us learn about the parts of our body അല്ലേ? അപ്പം അതിൽ നമ്മൾ പഠിച്ചത് parts of our body അല്ലേ? നമ്മുടെ ബോഡിയുടെ പാർട്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോ എക്സാമിന് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഏതൊക്കെ പാർട്ടാണ്, ഏതൊക്കെയാണ് ഈ ബോഡി പാർട്സ് എന്നൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. കേട്ടില്ലേ എല്ലാവരും? എക്സാമിന് ഏതൊക്കെ ആണ്, ഏതൊക്കെ ബോഡി പാർട്സ് ആണ്? Godwin, sit there. Where are you going? Come and sit. Okay, ഒളിച്ചു പോകാൻ നോക്കിയതാ ഗോഡ്വിൻ, പക്ഷെ മിസ് കണ്ടുപിടിച്ചു. Sit there. Okay, നമ്മുടെ എക്സാമിന് എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കണം. അതിനു വേണ്ടിയാണ് മിസ് ഇന്ന് വന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യണം. ആർക്ക് എന്ത് വേണേലും ചോദിക്കാം. എന്ത് അറിയുന്നില്ലെങ്കിലും എന്താണെങ്കിലും ഇന്ന് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാകാത്തതോ നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളത് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഇപ്പൊ മിസ്സിനോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ മിസ്സിനെ വിളിക്കോ, മിസ്സിന് പേഴ്സണൽ മെസ്സേജ് അയക്കോ, എന്തെങ്കിലും ചെയ്താൽ മതി. മിസ് അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന്റെ സിലബസ് ഇതാണ്. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, അതായത് അവർ ബോഡി പാർട്സ് മുതൽ എവിടം വരെ? പ്ലാന്റ്സ് എന്നുള്ള പോർഷൻ വരെയാണ് നമ്മുടെ എക്സാമിന് വരിക. അതായത് നമുക്ക് വെജിറ്റബിൾസ് തരുന്നതും ഫ്രൂട്ട്സ് തരുന്നതും മെഡിസിൻസ് തരുന്നതുമായ പ്ലാന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് വരെ. അതായത് അതിൽ ഏതൊക്കെ വരുന്നുണ്ട് വെച്ചാൽ ഫസ്റ്റ് അവർ ബോഡി പാർട്സ്. പാരന്റ്സ് ലിസൺ ഹിയർ. ഫസ്റ്റ് അവർ ബോഡി പാർട്സ്, our first portion, body parts. Then what they do, അവര് ബോഡി പാർട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അതായത് legs to walk, hands to write, ഇതൊക്കെ. കൈ കൊണ്ട് നമ്മൾ എഴുതുന്നു, കാല് കൊണ്ട് നടക്കുന്നു തുടങ്ങിയ നെക്സ്റ്റ് വൺ അല്ലേ, what they do. അതായത് ബോഡി പാർട്സിൽ തുടങ്ങി what they do. Then draw lines to point out these body parts അല്ലേ? ഇതൊക്കെ ചെയ്തത് എല്ലാവരും ഒന്നുകൂടെ നന്നായിട്ട് നോക്കണം. ലൈൻ വരച്ചിട്ട് ബോഡി പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലേ? അപ്പൊ ഇതൊക്കെ ചിലപ്പോ എക്സാമിന് വരാം അല്ലേ? മാച്ച് ദ ഫോളോയിങ് പോലെ ബോഡി പാർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരാം. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ്, അതിന്റെ ഇംഗ്ലീഷ് നെയിം അല്ലേ? ഹെഡ്, തല, കണ്ണ്, മൂക്ക് എന്ന് മാത്രം പഠിച്ചാൽ പോരാ. ഹെഡ്, ഐ, നോസ് ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് നോക്കുക, ഡ്രോ ലൈൻസ് ടു പോയിന്റ് ഔട്ട് ദീസ് ബോഡി പാർട്സ്, മാച്ച് ദ ബോഡി പാർട്സ് വിത്ത് വാട്ട് ദേ ഡു അല്ലേ? കണ്ണ് എന്ത് ചെയ്യുന്നു, നോസ് എന്ത് ചെയ്യുന്നു, ലെഗ് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പഠിക്കുക. ലെഗ് നടക്കാനാണ്, കണ്ണ് എന്താണ് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് യൂസ് ചെയ്യുന്നു അല്ലേ? കേൾക്കാൻ വേണ്ടി ചെവി യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ലിസൺ ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. പാരന്റ്സ് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ ഫസ്റ്റ് പീരിയോഡിക് എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത് ഓരോന്നും. ക്വസ്റ്റ്യൻസ് വരുമ്പോ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പാരന്റ്സും കൂടെ ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത് എന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ മൈ ഫാമിലി ആൻഡ് ഐ. ഒബ്വിയസ്ലി സാധാരണ നമ്മുടെ ഈ EVS ക്വസ്റ്റ്യൻസ് ഓറൽ ആയിട്ടാണ് നടക്കുക. ഓറൽ ആണ് നോർമൽ, നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഓറൽ ആണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു
ഇൻ ദിസ് കൊറോണ പാൻഡമിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കുറെ പേര് ചോദിച്ചു എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നോട്ടിലാണോ എഴുതേണ്ടത് പേപ്പറിലാണോ എഴുതേണ്ടതെന്ന്. നമുക്ക് അങ്ങനത്തെ ഒരു മെത്തേഡ് അല്ല ഇപ്പോ. അതായത് എക്സാമിന് ടൈമിൽ ഒരു ലിങ്ക് തരും കുട്ടികൾക്ക്. ആ ടൈമിൽ ആ ലിങ്കിൽ കയറുക. ഗൂഗിൾ ഡോക്സ് വെച്ചിട്ടുള്ള എക്സാം ആണ്. ഗൂഗിൾ ഫോമില് എക്സാം ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ അത് ടിക്ക് ചെയ്യാണ് വേണ്ടത്. ഈസി മെത്തേഡ് ആണ്, വെരി ഈസി മെത്തേഡ്. അപ്പോ ആ ലിങ്കിൽ നമ്മൾ ആ സമയത്ത് കയറുക. അപ്പൊ ഒരു ഫോം ഓപ്പൺ ആയി വരും. അതിൽ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ, അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ആൻസേഴ്സ് ഉണ്ടാവും, 3-4 ഓപ്ഷൻസ് ഉണ്ടാവും ആൻസർ. അതിൽ നിന്ന് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യുക, അത് ടിക്ക് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ആദ്യത്തെ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ എന്തായാലും കൺഫ്യൂഷൻ എല്ലാം ഒഴിവായി കിട്ടും. ഇപ്പൊ അറിയാത്ത ഒരു മെത്തേഡ് ആയതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ, എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന്. അപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ലിങ്ക് തരിക, അതിൽ കയറുക, എക്സാം, പിന്നെ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്ത് പോവുക. ഓക്കെ, ഈസി മെത്തേഡ് ആണ്. അപ്പോ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇനി അതിൽ ചേഞ്ച് ഉണ്ടാവുമോ അറിയില്ല, പക്ഷെ ഇപ്പൊ ഡിസൈഡ് ചെയ്തത് എക്സാം അങ്ങനെ നടത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ആദ്യം ബോഡി പാർട്സ് നോക്കുക, പിന്നെ ബോഡി പാർട്സ് വാട്ട് ദേ ഡു, പിന്നെ ഫാമിലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഫാമിലി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഐ എം ടിൻടിൻ അല്ലെ. അതുപോലെ ഓരോരുത്തരുടെ നെയിം പറയാ, എന്തൊക്കെയാണ് ഇൻ മൈ ഫാമിലി, മൈ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, സിസ്റ്റർ ആൻഡ് ബ്രദർ. പിന്നെ തിങ്സ് വി ഡു അല്ലെ, ഓരോരുത്തരും ചെയ്യുന്ന ഓരോരോ വർക്ക് അല്ലെ. ലത കീപ്സ് ഹർ റൂം ക്ലീൻ, രാജ ഡസ് ഹിസ് ഹോംവർക്ക്. ഇതൊക്കെ ഉണ്ട്, അത് നോക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ എടുത്ത പോർഷൻസ് ഒക്കെയാണ് നമ്മുടെ എക്സാമിന് വരിക. EVS വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം ഒന്ന് നോക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആദ്യം മുതൽ ഒന്ന് ഡിസ്കസ് ചെയ്യാമല്ലേ. അപ്പോ ഫസ്റ്റ് വൺ നോക്കുക, ലെറ്റ് us learn about the parts of our body. അപ്പോ മിസ് ഇപ്പൊ പറയാൻ പോകുന്ന ബോഡി പാർട്സ് എല്ലാവരും ടച്ച് ചെയ്ത് കാണിക്കണം. ഓക്കെ, എല്ലാവരും എത്ര പഠിച്ചു, എത്ര റെഡി ആയി നോക്കട്ടെ. Show me your elbow. Which is your elbow? Elbow. Okay, കുറെ പേര് തെറ്റിക്കുന്നുണ്ട്. എൽബോ മീൻസ് ഇതാണ് നമ്മുടെ എൽബോ അല്ലേ. അപ്പൊ ഓർത്ത് വെക്കുക, this is our elbow. Okay, അതാണ് പറയുന്നത്. ഇംഗ്ലീഷ് പേര് മറക്കാൻ പാടില്ല. മലയാളത്തിൽ ഇപ്പോ എല്ലാവരും കൈയുടെ മുട്ട് കാണിക്കുന്നു പറഞ്ഞാൽ ഈസി ആയിട്ട് കാണിക്കും അല്ലേ. അപ്പൊ എന്ത് വേണം, ഇംഗ്ലീഷ് നെയിം നമ്മള് മറന്നു പോകരുത്. this is our elbow. എൽബോ എന്ന് വെച്ചാൽ ഇനി ആരും മറക്കില്ലല്ലോ, അതാണ് നമ്മുടെ എൽബോ. show me your shoulder. Shoulder. Okay, Shamil, show me your shoulder. Okay, okay, അപ്പൊ ഷോൾഡർ എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ, ഇതാണ് നമ്മുടെ ഷോൾഡർ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. എൽബോ ഈസ് ദിസ് അല്ലേ, നമ്മുടെ കൈമുട്ടിനെയാണ് നമ്മൾ എൽബോ എന്ന് പറയാ അല്ലേ. ഭാവയാമി, where are you? ഭാവയാമി, I can't see you. എവിടെയാ പോയത് മോളെ ഭാവയാമി? ഭാവയാമി. Okay, listen. This is our elbow and this is our shoulder and our stomach. Show me your stomach. Stomach. Okay, okay. Stomach എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വയറാണ് അല്ലേ stomach. മറക്കരുത്, elbow, shoulder, stomach. Okay, then fingers. Fingers. Okay, fingers. Okay, knee. Show me your knee. Okay, okay, okay. Knee. Okay, don't forget this. Knee അല്ലേ, elbow കൈമുട്ടാണ്, knee എന്താണ്, കാൽമുട്ടാണ്. Then mouth. Mouth എല്ലാവർക്കും അറിയാം അല്ലേ. mouth to eat അല്ലേ, നമ്മള് ഭക്ഷണം കഴിക്കുന്നത് മൗത്തിലാണ് അല്ലേ, mouth to eat. Okay, then nose. Touch your nose. Okay, okay, very good. Then foot. Foot ഏതാണ് നമ്മുടെ foot?
ഓക്കെ. ഫൂട്ട് അല്ലേ? അപ്പോ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. എന്താണ് എൽബോ, എന്താണ് ഷോൾഡർ, ഏതാണ് നമ്മുടെ സ്റ്റൊമക്ക്. അപ്പൊ ബോഡി പാർട്സ് ഒക്കെ ഉണ്ടാവും എക്സാമിന്. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഫ്രൈഡേ ആണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ. അപ്പോ കുറെ ദിവസം ഉണ്ട് പഠിക്കാൻ വേണ്ടി. എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് പഠിക്കുക അല്ലെ? ഇന്ന് ഒരു പോർഷൻ പഠിക്കുക, നാളെ വേറൊരു പോർഷൻ പഠിക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പേരൻസ് പറയുന്നത് കേട്ട് അടങ്ങിയിരുന്ന് പഠിക്കണം. പഠിക്കാത്തവരുടെ പേരൻസ് മിസ്സിനെ വിളിച്ച് പറയണം. എന്നിട്ട് വേണം അവരെ നമുക്ക് ശരിയാക്കാൻ. ഓക്കെ? അപ്പൊ എല്ലാവരും പഠിക്കണം. ഒരുപാട് സമയമൊന്നും പഠിക്കണ്ട. ഡെയിലി കുറച്ച് കുറച്ച് പഠിക്കണം അല്ലേ? EVS ന് നമുക്കിനി കുറെ ടൈം ഉണ്ട്. പക്ഷെ മൺഡേയും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും അല്ലേ? ഓരോ ഡേ ഓരോ എക്സാം ഉണ്ടാവും. അപ്പോ EVS പഠിക്കാൻ ഇനി കുറെ ദിവസം ഉണ്ട് നമ്മുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഡേ എല്ലാവരും കുറച്ചായിട്ട് ഓരോന്നും പഠിക്കുക. ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ എക്സാം കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് വീണ്ടും പഴയ പോലെ കുറച്ചു നേരം കളിച്ചുകൂടെ? അതുകൊണ്ട് കുറച്ചായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ? Then അത് കഴിഞ്ഞാൽ എന്താണ്? What they do ആണല്ലേ? എന്താണ് ചെയ്യുന്നത്? What they do. അവരെന്താണ് ചെയ്യുന്നത്? Who is they? നമ്മുടെ ബോഡി പാർട്സ് അല്ലേ? ബോഡി പാർട്സ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. Meera walks on the road. She uses her legs to walk അല്ലേ? Legs to walk. കാല് നടക്കാൻ ഉപയോഗിക്കുന്നു അല്ലേ? Meera walks on the... Devapriya, what are you doing there? Listen here, okay? Meera walks on the road. She uses her legs to walk അല്ലേ? നടക്കാൻ വേണ്ടി കാലുകൾ ഉപയോഗിക്കുന്നു. Meera walks on the road അല്ലേ? Meera റോഡിൽ കൂടെ നടക്കുന്നു. നടക്കാൻ വേണ്ടി കാലുകൾ യൂസ് ചെയ്യുന്നു. Then Tom writes a letter. He uses his hands to write അല്ലേ? നോക്ക്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? Hands to write. എഴുതാൻ വേണ്ടി കൈകൾ യൂസ് ചെയ്യുന്നു. Tom writes a letter. He uses his hands to write. Okay? Legs to walk. Hands to write. Okay? Legs work ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. നടക്കാൻ കാലുകൾ യൂസ് ചെയ്യും. എഴുതാൻ കൈകൾ യൂസ് ചെയ്യുന്നു. Okay? Legs to walk and hands to write. Okay? Then Mummy listens to music. She uses her ears to listen. Ears. Where's your ears? Which is your ear? Show me your ear. Okay. അപ്പോ ചെവിയിൽ കൂടിയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? അപ്പോ എന്താ പറയുന്നത്? മമ്മി ലിസൺ മ്യൂസിക് അല്ലേ? മമ്മി മ്യൂസിക് കേൾക്കാണ്. കേൾക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നു? ചെവികൾ യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോ ലെഗ്സ് ടു വാക്ക്, ഹാൻഡ്സ് ടു റൈറ്റ്, ഇയേഴ്സ് ടു ലിസൺ. ഓക്കെ? കാലുകൾ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, കൈകള് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. Then എന്താണ്? ഇയേഴ്സ് ടു ലിസൺ. ഓക്കെ? ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മള് നമ്മുടെ ഇയേഴ്സ് യൂസ് ചെയ്യുന്നു. അത് മൂന്നും നമ്മൾ പഠിക്കണം കേട്ടോ. ലെഗ്സ് ടു വാക്ക്, ഹാൻഡ്സ് ടു റൈറ്റ് ആൻഡ് ears to listen. Okay? Then Tina aunty reads a newspaper. She uses her eyes to read അല്ലേ? Uses her eyes to read. Okay? വായിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? കണ്ണുകൾ യൂസ് ചെയ്യുന്നു. Legs to walk, hands to write, ears to listen and eyes to read. Show me your eyes. Godwin, what are you doing there with your mouth? വായ കീറിപ്പോകും ഗോഡ്വിൻ. പിന്നെ വായ ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ. ഓക്കെ? ലിസൺ. ഐസ് ടു റീഡ്. ഓക്കെ? ലെഗ്സ് ടു വാക്ക്, ഹാൻഡ്സ് ടു റൈറ്റ്, ഇയേഴ്സ് ടു ലിസൺ ആൻഡ് ഐസ് ടു റീഡ്, മൗത്ത് ടു ഈറ്റ്. ഓക്കെ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വായ ഉപയോഗിക്കുന്നു അല്ലേ? മൗത്ത് ടു ഈറ്റ് ആൻഡ് ഐസ് ടു റീഡ് അല്ലേ? വായിക്കാൻ വേണ്ടി ഐസ് യൂസ് ചെയ്യുന്നു. മൗത്ത് ടു ഈറ്റ് അല്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി മൗത്ത് യൂസ് ചെയ്യുന്നു. ലെഗ്സ് ടു വാക്ക് ആൻഡ് ഹാൻഡ്സ് ടു റൈറ്റ് ആൻഡ് ഇയേഴ്സ് ടു ലിസൺ. ഓക്കെ? ഐസ് ടു റീഡ്, മൗത്ത് ടു ഈറ്റ്, ഇയേഴ്സ് ടു ലിസൺ, ഹാൻഡ്സ് ടു റൈറ്റ്, ലെഗ്സ് ടു വാക്ക്. ഓക്കെ? നടക്കാൻ കാലുകളും പിന്നെയോ എഴുതാൻ കൈകളും, ലിസൺ ചെയ്യുന്നതിന് വേണ്ടി ഇയേഴ്സും, then eyes to read അല്ലേ? വായിക്കുന്നതിന് വേണ്ടി
കണ്ണുകളും then mouth to eat അല്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി മൗത്തും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെ ബോഡി പാർട്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസസ് ആണ് ഉള്ളത് എന്ന് പഠിക്കണം. ഓക്കെ, then draw lines to point out these body parts. അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ്. നമ്മൾ അത് ചെയ്തിട്ടുണ്ടല്ലേ ഓൾറെഡി. എന്താണ് ബോഡി പാർട്സ്? ഇതിൽ എഴുതിയിരിക്കുന്ന ബോഡി പാർട്സ് ഒക്കെ ഒരു ലൈൻ വരച്ചിട്ട് യോജിപ്പിക്കുക അല്ലെ അങ്ങോട്ട്. ഏതാണ് എൽബോ, ഏതാണ് നീ, ഏതാണ് ഐസ്, സ്റ്റൊമക്, ഹെഡ്, ഷോൾഡർ. അപ്പൊ എല്ലാ ബോഡി പാർട്സും എല്ലാവരും പഠിക്കണം. അപ്പൊ നമുക്ക് എക്സാമിന് വരിക ഏത് ബോഡി പാർട്സ് ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ നോട്ടില് ടെക്സ്റ്റ് ബുക്കില് ലൈൻ വരച്ച് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത് മാത്രം പഠിച്ചാൽ പോരാ. എല്ലാ ബോഡി പാർട്സും നമ്മൾ നന്നായിട്ട് പഠിക്കണം അല്ലെ. എന്നാലും മാത്രമേ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, then നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് അല്ലെ, മാച്ച് ദ ബോഡി പാർട്സ് വിത്ത് വാട്ട് ദേ ഡു അല്ലേ. അപ്പൊ ഐസ് എന്തിനാണ്? ഐസ് ടു റീഡ്, ഇയേഴ്സ് ടു ലിസൺ, ഹാൻഡ്സ് ടു റൈറ്റ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചതിൽ 3 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്ത് വേണമെങ്കിൽ വരാം? മൗത്ത് ടു ഈറ്റ് വരാം, പിന്നെയോ ലെഗ്സ് ടു വാക്ക്. അപ്പൊ ഇതൊക്കെ പഠിക്കണം. ലെഗ്സ് ടു വാക്ക്, മൗത്ത് ടു ഈറ്റ്, ഐസ് ടു റീഡ്, ഇയേഴ്സ് ടു ലിസൺ ആൻഡ് ഹാൻഡ്സ് ടു റൈറ്റ്. ഇത് നന്നായിട്ട് പഠിക്കണം എല്ലാവരും, എല്ലാം പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു മൈ ഫാമിലി ആൻഡ് ഐ, എന്റെ ഫാമിലിയും ഞാനും അല്ലേ. ഐ ആം ഇവിടെ പറയാണ് ഹിയർ ഇസ് എ ബേബി ടിൻടിൻ. He told I am Tintin. My name is Tintin. Okay, I am Tintin. I am a baby. Okay, ഞാൻ ടിൻടിൻ ആണ്. I am a baby. ഞാൻ ഒരു ബേബി ആണ്. Okay, I live with my grandparents. ഞാൻ താമസിക്കുന്നത് with my grandparents, parents, brother and sister. Okay, I am Tintin. I am a baby. അപ്പൊ എല്ലാവരും എന്ത് പറയണം? I am Tintin എന്നാണോ പറയേണ്ടത്? അല്ല അല്ലേ, നമ്മുടെ നെയിം ആണ് പറയേണ്ടത് അല്ലേ. I am നെയിം പറയാ. I am a baby. I live with my grandparents, parents, brother and sister അല്ലേ. ആരൊക്കെയാണോ നമ്മുടെ വീട്ടിലുള്ളത് അവരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. And I love my family അല്ലേ. ഞാൻ എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നു. അപ്പൊ the people in a family love one another അല്ലേ. ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അല്ലേ, അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരന്റ്സ്, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ലവ് വൺ അനദർ അല്ലേ. പരസ്പരം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നമുക്ക് നമ്മുടെ അമ്മേനെ ഇഷ്ടമാണ്, അച്ഛനെ ഇഷ്ടമാണ്, അച്ഛന് നമ്മളെ ഇഷ്ടമാണ്, അമ്മയ്ക്ക് നമ്മളെ ഇഷ്ടമാണ്, ബ്രദറിന് സിസ്റ്റർ ഇഷ്ടമാണ് അല്ലേ. ഒരു ഫാമിലിയിൽ എല്ലാവരും ലവ് ചെയ്യുന്നല്ലേ, ലവ് വൺ അനദർ. എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഫാമിലി ലീഡ് ചെയ്യുന്നത്. ഓക്കെ, then things we do അല്ലേ. കുറെ പിക്ചേഴ്സ് വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ ഫസ്റ്റ് പിക്ചർ നോക്കാം അല്ലെ. പിക്ചേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കി പഠിച്ചു വെക്കുക എന്താണ് ആ പിക്ചേഴ്സിൽ ചെയ്യുന്നത് എന്നൊക്കെ. ഓക്കെ, ലത കീപ്സ് ഹർ റൂം ക്ലീൻ. ഓക്കെ, ലത അവളുടെ റൂം വൃത്തിയായി സൂക്ഷിക്കുന്നു. രാജ ഡസ് ഹിസ് ഹോംവർക്ക് അല്ലെ. രാജ ഹോംവർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ ഉണ്ട് അവിടെ. സുദീപ് ലിസൺ ടു മ്യൂസിക് അല്ലെ. സുദീപ് എന്ത് ചെയ്യണു? മ്യൂസിക് കേൾക്കുകയാണ് അല്ലെ. മ്യൂസിക് കേൾക്കുന്നു വിത്ത് യൂസിങ് ഹിസ് ഇയേഴ്സ് അല്ലേ. അപ്പോ ഇയേഴ്സ് കൊണ്ട് ലിസൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ സുദീപ് ലിസൺ ടു മ്യൂസിക്. ഓക്കെ, then അലി ആൻഡ് ടോം പ്ലേ ഫുട്ബോൾ. അലിയും ടോമും എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുന്നുണ്ട് അല്ലേ. then സീമ സിങ്സ് ആൻഡ് ഡാൻസസ് അല്ലേ. സീമ സിങ് ചെയ്യുന്നു, കൂടെ തന്നെ ഡാൻസും ചെയ്യുന്നുണ്ട്. അഭയ് can bath by himself. Radha can wear her socks. Kala can comb her hair. Tara can tie her shoelaces അല്ലേ. അപ്പൊ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കി പഠിച്ചു വെക്കുക. നമ്മുടെ ടൈം വേഗം തീരുന്നോണ്ടാണ് മിസ് വേഗം വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ ഒരു തവണ എടുത്തതാണ്, ഒരു തവണ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ എക്സാമിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താന്ന് കരുതിയാണ് മിസ് വന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതെടുത്ത് വായിച്ച് നോക്കണം ഇടക്കിടക്ക്. ഓക്കെ, then നോക്കുക, കീപ് ഫിറ്റ് അല്ലേ. ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് കുറെ പേര് മിസ്സിനോട് പറഞ്ഞു നാളെ തൊട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫിറ്റ് ആയിരിക്കുന്നൊക്കെ.
ഇപ്പൊ എത്ര പേര് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവോ? അമ്പടാ, എല്ലാരും ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? സമജ്ന ഉണ്ടല്ലേ? സമജ്ന മാത്രാണോ ചെയ്യുന്നത്? എല്ലാവരും ദേവപ്രിയ ഉണ്ട് അല്ലേ? കുറെ പേരുണ്ടല്ലേ? ഭവിക, ഭാവ്യാമി, മസ്ലബ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, എല്ലാവരും നല്ല മക്കളാണല്ലേ? ഓക്കെ. ധ്യാൻ PV എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ? അയോൺ സബിൻ എല്ലാവരും ചെയ്യാറുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്ത് ചെയ്യണം നമ്മള്? ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലെ? അനയ റോസ് കൈ താത്തിക്കോളൂ മോളെ, മിസ് കണ്ടു ട്ടോ. അനയ റോസ്, ഇഷാൻ എല്ലാവരും ചെയ്യാറുണ്ട്. ഓക്കെ, ക്രിസ്റ്റോ, ഓക്കെ, നസീം മുഹമ്മദ് എല്ലാവരും എക്സസൈസ് ചെയ്യാറുണ്ട്. ഫോർ കീപ്പിംഗ് ഫിറ്റ് അല്ലേ? നന്നായിരിക്കാൻ വേണ്ടി, ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യും. സ്പോർട്സ് ആൻഡ് എക്സസൈസസ് ആർ ഗുഡ് ഫോർ us അല്ലേ? സ്പോർട്സ് ആൻഡ് എക്സസൈസ് നമുക്ക് വളരെ ഗുഡ് ആണ് അല്ലേ? ബിക്കോസ് അത് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ദെൻ jogging, skipping, playing, swimming, skating, jumping. These are the exercises. Okay? അപ്പോ പിക്ചർ നന്നായിട്ട് നോക്കുക. പിക്ചർ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ പിക്ചർ കണ്ടിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. എന്താണ് അത്? Which type of exercises is that? Okay? Then jogging, skipping, playing, swimming, skating, jumping. Okay? അപ്പോ ഫസ്റ്റ് പിക്ചറിലുള്ളത് ജോഗിങ് ആണ്. അപ്പൊ ജോഗിങ് എങ്ങനെയാണ് ചെയ്യുക, ഏതാണ് ജോഗിങ്ങിന്റെ പിക്ചർ എന്നൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, ജോഗിങ്. സ്കിപ്പിംഗ് കണ്ടില്ലേ? സ്കിപ്പിംഗ് എന്താണ്? സ്കിപ്പിംഗ് ഉണ്ട് അവിടെ. ദെൻ പ്ലേയിങ് ഉണ്ട് അല്ലെ? കളിക്കുന്നുണ്ട് കുറെ പേര്. സ്വിം ചെയ്യുന്നുണ്ട്, സ്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് സ്കിപ്പിംഗ്, എന്താണ് സ്കേറ്റിംഗ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അല്ലേ? സ്വിം ചെയ്യുന്ന പിക്ചേഴ്സ് ഒക്കെ കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ അതെന്ത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണെന്ന് അല്ലേ? അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്ത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് ഇത് എന്നൊക്കെ ചോദിച്ചാല് അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് പിക്ചേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ അത് ഏത് ടൈപ്പ് എക്സസൈസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് വി ഈറ്റ് ആണല്ലേ നെക്സ്റ്റ് പോർഷൻ. നമ്മൾ എന്താണ് കഴിക്കുക എന്നുള്ളത് അല്ലേ? അപ്പൊ മോർണിംഗിൽ നമ്മൾ എന്താണ് കഴിക്കുക? മോർണിംഗിൽ കഴിക്കുന്ന ഫുഡിന് നമ്മൾ എന്ത് പറയും? ഗോഡ്വിൻ, ഗോഡ്വിൻ, രാവിലെ കഴിക്കുന്ന ഫുഡിന് നമ്മൾ എന്ത് പേരാ പറയാ? ഗോഡ്വിൻ, വി ഈറ്റ് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുക അല്ലേ? അപ്പൊ മോർണിംഗിൽ എന്ത് കഴിക്കുന്നു ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ വി ഈറ്റ് ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമ്മൾ എന്താ പറയാ? നസീം, നസീം മുഹമ്മദ് പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, നമ്മള് ആഫ്റ്റർനൂൺ കഴിക്കുന്ന ഫുഡിന് നമ്മൾ എന്താ പറയാ മോനെ? അൺമ്യൂട്ട് ആണല്ലോ മോനെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മോനെ, മ്യൂട്ട് ആണല്ലോ. ഓക്കെ, ഗുഡ്. ലഞ്ച് എന്നാണ് നമ്മൾ പറയാ അല്ലേ? ദെൻ വാട്ട് വി ഈറ്റ് അറ്റ് നൈറ്റ്. ഭാവ്യാമി, നമ്മള് രാത്രിയിൽ എന്താ കഴിക്കുക ഭാവ്യാമി? ഓക്കെ, ഡിന്നർ അല്ലേ? അപ്പോ രാവിലെ കഴിക്കുന്ന ഫുഡിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ദെൻ ആഫ്റ്റർനൂൺ വി ഈറ്റ് ലഞ്ച്, വി ഈറ്റ് ഡിന്നർ അറ്റ് നൈറ്റ് അല്ലേ? അപ്പോ ഈ മൂന്ന് പേരും പഠിക്കുക. രാവിലെ എന്താണ് കഴിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ഐറ്റം ടൈപ്പ് ഓഫ് ഫുഡ് അല്ല ചോദിക്കുന്നത് കേട്ടോ. രാവിലെ ചിലപ്പോൾ ഇഡ്ലി, ദോശ അങ്ങനത്തെ ടൈപ്സ് ഓഫ് അല്ല, പക്ഷേ രാവിലെ കഴിക്കുന്ന ഫുഡിന് നമ്മൾ മെയിൻലി പറയുന്ന ഒരു പേരല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. ഇൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഉച്ചയ്ക്കാണെങ്കിൽ ആഫ്റ്റർനൂൺ ലഞ്ച്, അറ്റ് നൈറ്റ് ഡിന്നർ. ഓക്കെ, ദെൻ കീപ് ക്ലീൻ, സ്റ്റേ ഹെൽത്തി അല്ലേ? ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ആയിരുന്നാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിരിക്കുള്ളൂ. അപ്പോ ടു സ്റ്റേ ഹെൽത്തി വി ഷുഡ് കീപ് ourselves ക്ലീൻ അല്ലേ? ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ourselves ക്ലീൻ ആയിരിക്കണം. ഓക്കെ, വി മസ്റ്റ് വാഷ് അവർ ഫേസ് എവറി ഡേ, വി മസ്റ്റ് ബ്രഷ് അവർ ടീത്ത് ട്വൈസ് എ ഡേ അല്ലേ? 2 തവണ ബ്രഷ് ചെയ്യണം. ഫേസ് എപ്പോഴും വാഷ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മൾ ബാത്ത് ചെയ്യണം അല്ലേ? വി മസ്റ്റ് ഹാവ് എ ബാത്ത് അറ്റ് എവറി ഡേ. ഒരു ബാത്ത് എങ്കിലും അല്ലേ? ഒരു തവണയെങ്കിലും 1, 2, 3, 4, 5
എത്ര വേണമെങ്കിലും കുളിക്കാം അല്ലേ? പക്ഷെ അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ, ഒരു തവണയെങ്കിലും നമ്മൾ കുളിക്കണം. Then we must wash your hands before and after eating. Okay, ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകണം. How to wash your hands? How to wash? Okay, okay. അപ്പോൾ നന്നായിട്ട് hands wash ചെയ്യുക before and after eating. Then we must rinse our mouth after eating. അല്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം? വായയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തുപ്പിക്കളയണം അല്ലേ? വായയിൽ ഒരുപാട് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ ഒരുപാട് വേസ്റ്റും കറിയും ചോറും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് റിൻസ് ചെയ്യണം അല്ലേ വായ. Okay, after food. Okay, we must clip our nails regularly. Show me your nails. Show me. Okay, അപ്പോ എന്താണ് ചെയ്യേണ്ടത്? നന്നായിട്ട് ക്ലിപ്പ് ചെയ്യണം അല്ലേ? ആ, എല്ലാവരുടെയും കൈ നല്ലതാണ് അല്ലേ? ആരുടെയെങ്കിലും കൈക്ക് നഖം ഉണ്ടോ? നഖം ഉണ്ടെങ്കിൽ എന്ത് പറ്റുമല്ലേ? അതിൻ്റെ അകത്ത് ഒരുപാട് ചെളി ഉണ്ടാവും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോ ഒക്കെ അത് നമ്മുടെ വയറ്റിലോട്ട് പോവും, അസുഖം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് കൈകള് നഖം വെട്ടി വൃത്തിയാക്കണം. ഓക്കെ, കൈകൾ കഴുകണം, വായ റിൻസ് ചെയ്യണം, കുളിക്കണം, പല്ല് തേക്കണം, മുഖം കഴുകണം, ഒക്കെ ചെയ്യണം. It all are good habits. Okay, we stay healthy, we should keep ourselves clean. Healthy ആയിരിക്കാൻ വേണ്ടി നമ്മൾ സ്വയം തന്നെ ക്ലീൻ ആയിട്ടിരിക്കണം. ക്ലീൻ ആണെങ്കിൽ മാത്രമേ ഹെൽത്തി ആയിട്ടിരിക്കൂ അല്ലേ? Then പിന്നെ color the clouds that have the names of things that help you keep clean. നന്നായിരിക്കാൻ വേണ്ടി അല്ലേ, ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ സോപ്പ് ഉണ്ട്, ഐസ്ക്രീം, ക്രയോൺ, ടൂത്ത് പേസ്റ്റ്, നെയിൽ കട്ടർ, ഇങ്ങനെ കുറെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറെ നെയിംസ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ നമ്മളെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നീറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തിങ്സ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഇതില് സോപ്പ് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, നെയിൽ കട്ടർ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. ക്രയോൺസും ഐസ്ക്രീമും നമ്മളെ നീറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യില്ല. ദെൻ ബാക്കിയുള്ള സോപ്പും ടൂത്ത് പേസ്റ്റും നെയിൽ കട്ടറും ഒക്കെയാണ് അല്ലെ? ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്നു, സോപ്പ് കൊണ്ട് നമ്മൾ കുളിക്കുകയും കൈ കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നെയിൽ കട്ടർ കൊണ്ട് നമ്മൾ നൈൽസ് ഒക്കെ ക്ലിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് എല്ലാം പഠിക്കണം. എല്ലാവർക്കും EVS-ൽ 50 out of 50 ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. എത്ര പേർക്കാണ് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. ദെൻ പ്ലാന്റ്സ് ആണ് അല്ലെ? our last portion is plants. ഓക്കെ, മാംഗോ ട്രീ, ആപ്പിൾ ട്രീ ഉണ്ടല്ലേ? അവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാംഗോ ട്രീ അല്ലേ? മാംഗോ ട്രീ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി എന്തുണ്ട്? ഒരു മാംഗോന്റെ പിക്ചറും അതിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? മാംഗോ ട്രീ ഉണ്ട്, ആപ്പിൾ ട്രീ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന പ്ലാന്റ്സ് എന്ന് നമ്മൾ പഠിച്ചു വെക്കാം. ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമുക്ക് ഫ്രൂട്ട്സ് തരിക, ഏതൊക്കെ പ്ലാന്റ്സ് ഗിവ് us വെജിറ്റബിൾസ് അല്ലേ? ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമുക്ക് വെജിറ്റബിൾസ് തരിക. സം പ്ലാന്റ്സ് ഗിവ് us cereals തരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. സം പ്ലാന്റ്സ് ഗിവ് us മെഡിസിൻസ് അല്ലേ? മെഡിസിനൽ പ്ലാന്റ്സ്. ഓക്കെ, നീം is the medicinal plant. ഓക്കെ, നീം ഒക്കെ മെഡിസിനൽ പ്ലാന്റ് ആണ്. അതുപോലെ ഏതൊക്കെയാണ് മെഡിസിനൽ പ്ലാന്റ്സ്, ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് തരുന്നത്, വെജിറ്റബിൾസ് തരുന്നത് എന്നൊക്കെ ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് വൺ ആനിമൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ആനിമൽസിന്റെ ഒക്കെ പിക്ചർ തന്നാല് വിച്ച് ഇസ് ബിഗ് ആൻഡ് വിച്ച് ഇസ് സ്മോൾ അല്ലേ? രണ്ട് ആനിമൽസിനെ ഒക്കെ തന്നാല് ഏതാണ് ബിഗ് ഏതാണ് സ്മോൾ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിയാമല്ലേ? നമുക്ക് അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതും നോക്കുക, ഏതൊക്കെയാണ് ബിഗ് ആനിമൽസ്. അതിനെ കുറിച്ച് നമ്മൾ എടുത്തിട്ടില്ല, ആ പോർഷൻ മിസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് ബിഗ് ആനിമൽസ് ആൻഡ് സ്മോൾ ആനിമൽസ് ഏതൊക്കെയാണെന്ന് ഫൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ? എല്ലാവരും സ്മാർട്ട് ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് അല്ലേ? അത് നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ആർക്കും ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ? എവറിത്തിങ് ഈസ് ക്ലിയർ? ക്രിസ്റ്റോ എന്താണ് മോനെ? ഇഫ് എനി ഡൗട്ട് ക്രിസ്റ്റോ ജോൺ ഉണ്ടോ മോനെ? എന്താണ് മോനെ? ബോഡി പാർട്സിന്റെ ഒക്കെ സ്പെല്ലിംഗ് പഠിക്കണ്ടേ?
സ്പെല്ലിങ് ഇപ്പൊ തൽക്കാലം സ്പെല്ലിങ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഇപ്പോ EVS അങ്ങനെ സ്പെല്ലിങ് എഴുതേണ്ടതൊന്നും കൊടുത്തിട്ടില്ല. എന്താ വെച്ചാല് നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് ഏതൊക്കെയാണ് ബോഡി പാർട്സ് എന്നുള്ളത് അവര് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ബോഡി പാർട്സ് ഏതൊക്കെയാണ് സ്പെല്ലിംഗ് കൂടെ പഠിച്ചോട്ടെ, അത് അവർക്ക് ആവശ്യമാണ്. പക്ഷെ ഇപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മെത്തേഡ് അനുസരിച്ച് അങ്ങനെ സ്പെല്ലിങ്ങിന്റെ ഒരു ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഇത് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഉണ്ടല്ലോ വരുന്നത്. അപ്പൊ ഇപ്പൊ അവര് പിന്നെ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്നൊക്കെ നന്നായിട്ട് ഒന്ന് പഠിച്ചു വെക്കട്ടെ. അപ്പൊ മലയാളം പറയുന്ന പോലെ ചിലപ്പോ അവർക്ക് ഇംഗ്ലീഷ് പേര് പെട്ടെന്ന് കിട്ടണം എന്നില്ലല്ലോ എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേര് ഇംഗ്ലീഷിൽ തന്നെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. ഓക്കെ ഓക്കെ ക്രിസ്റ്റോ, നന്നായിട്ട് പഠിക്കാട്ടെ മോനെ. ക്രിസ്റ്റോ മാത്രല്ല എല്ലാവരും അല്ലേ, മിസ്സിന്റെ എല്ലാ കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, എല്ലാവരും അല്ലേ, എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലേ, നമ്മുടെ ടൈം ഇതാ. ഭവിക എന്താണ് മോളെ? ഭവിക അൺമ്യൂട്ട് ചെയ്ത് മോളെ. എന്താണ് നീം എന്ന് വെച്ചാൽ എന്താണെന്നാണ് മോളെ? നീം നമ്മള് ഈ വേപ്പൊക്കെ ഇല്ലേ, ആയുർവേദ എന്താണ് മെഡിസിനൽ ഇല്ലേ, പല ലീഫ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഇല്ലേ. അപ്പോ നീം എന്ന് വെച്ചാൽ വേപ്പ് ഉണ്ടല്ലോ, വേപ്പിന്റെ മരമാണത് നീം. ഓക്കെ ഓക്കെ, അപ്പോ മെഡിസിനൽ പ്ലാന്റ്സ് ഏതാണെന്ന് പഠിക്കുക അല്ലെ. നീം എന്ന് വെച്ചാൽ എന്താണ്, നീമിന്റെ പിക്ചർ ഏതൊക്കെയാണ് മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെ. നീം കൂടാതെ കുറെ ഉണ്ടല്ലേ. അപ്പോ നീമൊക്കെ നിങ്ങൾ തൽക്കാലം ടെക്സ്റ്റിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പീരിയോഡിക് എക്സാം ആണ്, ഇതിൽ നമുക്ക് നന്നായിട്ട് പഠിച്ച് പോകാം. ഓക്കെ ഓക്കെ, എല്ലാവരും ഉഷാറല്ലേ, നന്നായിട്ട് പഠിക്കില്ലേ? ഓക്കെ ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ട് ആവട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാട്ടോ. മിസ്സിന്റെ നമ്പർ എടുക്കുക, മിസ്സിനെ വിളിക്കുക. ഓക്കെ, വിളിക്കോ വാട്സപ്പ് ചെയ്യോ എല്ലാം ചെയ്യാം. ഇഷാൻ പഠിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ ബൈ. ഇനി ഒരു പീരീഡ് കൂടി ഉണ്ടല്ലേ മലയാളത്തിന്റെ. ആ സമയത്ത് മലയാളത്തിന്റെ മിസ് തന്നെ വരും. ഓക്കെ ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ മിസ്സിന് മെസ്സേജ് അയക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ചിട്ട്, അതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ ബൈ. ഇനി നമുക്ക് എക്സാമിന്റെ ഡേ എല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതുക, 50 out of 50 സ്കോർ ചെയ്യുക. ഓക്കെ ഓക്കെ ബൈ.